ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 6ാമത്തെ പാഠമാണ്. ജീവന്റെ കുഞ്ഞറകൾ എന്നാണ് കേട്ടോ ഈ പാഠത്തിന്റെ പേര്. 5 വരെയുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ പ്ലേലിസ്റ്റിൽ ഉണ്ടായിരിക്കും, അതിൽ എടുത്തു നോക്കിയാൽ മതി കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. കളിവീട് ഉണ്ടാക്കി കളിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? എന്ത് രസമാണല്ലേ കളിവീട് നിർമ്മിക്കാൻ. കളിവീടുകൾ ഉണ്ടാക്കാനും കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കാനും നമ്മുടെ ചുറ്റുപാടും കാണുന്ന പല സാധനങ്ങളും നിങ്ങൾ ഉപയോഗിക്കാറില്ലേ? നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന വിവിധ തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നിങ്ങൾ നിരീക്ഷിച്ചിട്ടില്ലേ? മതില് കെട്ടുന്നതും വീട് നിർമ്മിക്കുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. താഴെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഒന്നാമത്തെ ചിത്രത്തിൽ കുട്ടികൾ കളിക്കുന്ന ബിൽഡിംഗ് ബ്ലോക്സ് വെച്ച് വീട് നിർമ്മിക്കുന്നതാണ്. പിന്നെ രണ്ടാമത്തെ ചിത്രത്തിലോ ഇഷ്ടിക കൊണ്ട് ഒരു കെട്ടിടം നിർമ്മിക്കുന്നതാണ്. കട്ടകൾ ചേർത്ത് വെച്ചാണല്ലോ കളിവീടും കെട്ടിടവും ഒക്കെ നിർമ്മിച്ചത്. ഇതുപോലെ ഏതെങ്കിലും അടിസ്ഥാന വസ്തു ഉപയോഗിച്ചാണോ നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്? നമുക്ക് പരിശോധിക്കാം. താഴെ കൊടുത്തിരിക്കുന്ന കുറിപ്പ് വായിക്കൂ. കോശങ്ങൾ. നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാന ഘടകം കോശമാണ്. മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ടാണ്. ചെറുതും വലുതുമായ അനേകം ജീവികൾ നമുക്ക് ചുറ്റുമുണ്ടല്ലോ. അവയുടെ ശരീരവും നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്. അപ്പൊ എന്താ മക്കളെ മനസ്സിലായത്? നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ നമ്മുടെ പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ എന്നുള്ള പാഠത്തിൽ പഠിച്ചു. ഓരോ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് തന്മാത്ര എന്ന് പറയുന്ന ചെറിയ കണികകൾ കൊണ്ടാണ്, അല്ലെങ്കിൽ ആറ്റം എന്ന് പറയുന്ന ചെറിയ കണികകൾ കൊണ്ടാണെന്നല്ലേ. അതുപോലെ തന്നെ ജീവനുള്ള ഓരോ വസ്തുവും നിർമ്മിച്ചിരിക്കുന്നത് കോശം എന്ന് പറയുന്ന ചെറിയ ചെറിയ ഘടകങ്ങൾ കൊണ്ടാണ്. വീട് പണിയാൻ ഉപയോഗിച്ച കട്ടയും കളിവീട് ഉണ്ടാക്കാൻ കുട്ടി ഉപയോഗിച്ച വ്യത്യസ്ത നിറത്തിലുള്ള കട്ടകളും നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയും. അതിന്റെ സവിശേഷതകളും തിരിച്ചറിയാൻ സാധിക്കും. എന്നാൽ കോശങ്ങളെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. എന്തായിരിക്കും കാരണം? കാരണം അതിസൂക്ഷ്മമായിട്ടുള്ള കണങ്ങളാണ് കോശങ്ങൾ എന്ന് പറയുന്നത്. മുൻ ക്ലാസ്സിൽ ഇലയിലെ സ്റ്റൊമാറ്റ നിങ്ങൾ നിരീക്ഷിച്ചത് ഓർമ്മയില്ലേ? നമ്മൾ മൈക്രോസ്കോപ്പ് വെച്ചാണല്ലേ നിരീക്ഷിച്ചിരുന്നത്. ഏതുപകരണം ഉപയോഗിച്ചാണ് അത് നിങ്ങൾ നിരീക്ഷിച്ചത്? മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച്. എന്തുകൊണ്ടാണ് അത്തരം ഉപകരണം ഉപയോഗിക്കേണ്ടി വന്നത്? കാരണം അവ അത്രയും അതിസൂക്ഷ്മമായ ഘടകങ്ങളാണ്. അവയെ നമുക്ക് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനായിട്ട് കഴിയില്ല. കോശങ്ങൾ അതിസൂക്ഷ്മങ്ങളാണ്. ഹാൻഡ് ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് അവ നിരീക്ഷിക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് അവ നിരീക്ഷിക്കാൻ കഴിയുന്നത്? നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ നിരീക്ഷിക്കാൻ നാം മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നു. മൈക്രോസ്കോപ്പിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയാലോ? സ്കൂളിലെ ശാസ്ത്ര ലാബിൽ നിന്ന് മൈക്രോസ്കോപ്പ് എടുത്ത് ടീച്ചറുടെ സഹായത്തോടെ അതിന്റെ ഭാഗങ്ങൾ പരിശോധിക്കൂ. ഏതൊക്കെ ഭാഗങ്ങൾ തിരിച്ചറിയാനാകുന്നുണ്ട്? തന്നിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് മൈക്രോസ്കോപ്പിന്റെ ഭാഗങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തൂ. നമുക്കിവിടെ ഒരു മൈക്രോസ്കോപ്പിന്റെ ചിത്രം തന്നിട്ടുണ്ട്. അതിലുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഐ പീസ്, ഒബ്ജക്റ്റീവ് ലെൻസ്, സ്റ്റേജ്, നോബുകൾ, ക്ലിപ്പുകൾ, കണ്ടൻസർ, മിറർ. ഒരു മൈക്രോസ്കോപ്പിന് ഏതെല്ലാം ഭാഗങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായില്ലേ? കോശങ്ങൾ നിരീക്ഷിക്കാം. മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് മനുഷ്യ ശരീരത്തിലെ ചില കോശങ്ങൾ നിരീക്ഷിച്ചാലോ? കോശങ്ങൾ അനായാസം എടുക്കാൻ പറ്റുന്ന ശരീരഭാഗമാണ് കവിളിന്റെ ഉൾവശം. കവിളിലെ കോശങ്ങൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി എന്തെല്ലാം സാമഗ്രികളാണ് കരുതേണ്ടത്? നോക്കൂ, അതിനാവശ്യമായ സാമഗ്രികൾ ടൂത്ത് പിക്ക്, സ്ലൈഡ്, മെഥിലിൻ ബ്ലൂ സ്റ്റെയിൻ, കവർ ഗ്ലാസ് തുടങ്ങിയവയാണ്. ഇനി എങ്ങനെയാ ചെയ്യേണ്ടത്? ശുദ്ധജലം ഉപയോഗിച്ച് വായ നന്നായി കഴുകുക. ടൂത്ത് പിക്ക് ഉപയോഗിച്ച് കവിളിന്റെ ഉൾവശം മൃദുവായി ചുരണ്ടുക. ടൂത്ത് പിക്കിൽ പറ്റിയിരിക്കുന്ന കവിളിലെ കോശങ്ങൾ സ്ലൈഡിന്റെ മധ്യഭാഗത്ത് വെക്കുക. ഇതിലേക്ക് ഒരു തുള്ളി മെഥിലിൻ ബ്ലൂ സ്റ്റെയിൻ ഒഴിക്കുക. അതിനുശേഷം കവർ ഗ്ലാസ് കൊണ്ട് മൂടുക. സ്ലൈഡ് മൈക്രോസ്കോപ്പിൽ വെച്ച് നിരീക്ഷിക്കൂ. നിരീക്ഷിച്ച കോശങ്ങളെ വരയ്ക്കാൻ ശ്രമിക്കൂ. കവിളിലെ കോശങ്ങൾ നിങ്ങൾ നിരീക്ഷിച്ചല്ലോ. അതിന് ഏതൊക്കെ ഭാഗങ്ങൾ ഉണ്ടെന്ന് ചിത്രത്തിന്റെ സഹായത്തോടെ മനസ്സിലാക്കൂ. നോക്കൂ, അതിന് കോശദ്രവ്യം, കോശസ്തരം, ന്യൂക്ലിയസ് എന്നീ ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ നിരീക്ഷിച്ചത് ജന്തുകോശമാണല്ലോ. അതായത് മനുഷ്യൻ ഉൾപ്പെടുന്ന ഏതോ ഒരു ജന്തുവർഗത്തിന്റെ കോശം. സസ്യങ്ങളും ജീവനുള്ളവയല്ലേ. അവയും ഇതുപോലെയുള്ള കോശങ്ങൾ കൊണ്ടായിരിക്കുമോ നിർമ്മിച്ചിരിക്കുന്നത്? നിങ്ങളുടെ ഊഹം എന്താണ്? സസ്യങ്ങളും ജീവനുള്ളതാണ്, അതുകൊണ്ട് അവയും കോശങ്ങൾ കൊണ്ടായിരിക്കും നിർമ്മിച്ചിരിക്കുക. ഈ പരീക്ഷണത്തിന് വേണ്ട സാമഗ്രികൾ: ഉള്ളി, ബ്ലേഡ്, ഫോസെപ്സ്, നീഡിൽ, വാച്ച് ഗ്ലാസ്, സഫ്രാനിൻ സ്റ്റെയിന്, ഗ്ലിസറിൻ, ശുദ്ധജലം, കവർ ഗ്ലാസ്, ടിഷ്യൂ പേപ്പർ, സ്ലൈഡ്.
എങ്ങനെയാണ് ചെയ്യേണ്ടത്? വൃത്തിയാക്കിയ ഒരു ഉള്ളിയിൽ നിന്ന് ഫോർസെപ്സ് ഉപയോഗിച്ച് ഒരു നേരിയ പാളി വേർതിരിച്ചെടുക്കുക. ഇത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ഒരു വാച്ച് ഗ്ലാസ്സിൽ എടുത്ത് നേർപ്പിച്ച സഫ്രാനിൻ സ്റ്റെയിനിലേക്ക് ഇടുക. കുറച്ച് സമയത്തിന് ശേഷം സ്റ്റെയിൻ പിടിച്ച 2-3 കഷ്ണം എടുത്ത് വാച്ച് ഗ്ലാസ്സിലെടുത്ത ശുദ്ധജലത്തിൽ ഇടുക. അതിൽ നിന്നും ഒരു കഷ്ണം എടുത്ത് സ്ലൈഡിലെ ഗ്ലിസറിനിൽ വെക്കുക. നിഡിലിന്റെ സഹായത്തോടെ കവർ ഗ്ലാസ് കൊണ്ട് മൂടുക. അധികമുള്ള ഗ്ലിസറിൻ ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ചു മാറ്റുക. തയ്യാറാക്കിയ സ്ലൈഡ് മൈക്രോസ്കോപ്പിൽ വെച്ച് നിരീക്ഷിക്കൂ. ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് പോലുള്ള കോശങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ നിരീക്ഷിച്ച കോശങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കൂ. കവിളിലെ കോശങ്ങളും ഉള്ളിലെ കോശങ്ങളും തമ്മിൽ സാമ്യം കാണുന്നില്ലേ? സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ശരീരത്തിന്റെ അടിസ്ഥാന ഘടകം കോശമാണെന്ന് മനസ്സിലായില്ലേ? ഇനി റോബർട്ട് ഹുക്കിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഒരു ആർട്ടിക്കിൾ നമുക്കവിടെ തന്നിട്ടുണ്ട്, വായിച്ചു നോക്കൂ. 1665 റോബർട്ട് ഹുക്കാണ് കോശം കണ്ടെത്തിയത്. ഓക്ക് മരത്തിൽ നിന്നെടുത്ത കോർക്കിന്റെ ഒരു ചെറിയ ഭാഗം സ്വയം നിർമ്മിച്ച മൈക്രോസ്കോപ്പിലൂടെ അദ്ദേഹം നിരീക്ഷിച്ചു. അതിൽ ചെറിയ അറകൾ പോലെയുള്ള ധാരാളം ഭാഗങ്ങൾ കണ്ടു. അദ്ദേഹം അതിനെ സെല്ല എന്ന് വിളിച്ചു. സെല്ല എന്ന ലാറ്റിൻ പദത്തിനർത്ഥം ചെറിയ മുറി എന്നാണ്. ഇന്ന് നമ്മൾ അതിനെ കോശം എന്ന് വിളിക്കുന്നു. ഒരു തുള്ളി ജലത്തിലെ അത്ഭുത ലോകം. ഒരു തുള്ളി ജലം നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചാലോ? അതിനാവശ്യമായ സാമഗ്രികൾ: മൈക്രോസ്കോപ്പ്, കവർ ഗ്ലാസ്, വൈക്കോലിട്ട് തിളപ്പിച്ചാറിയ വെള്ളം, പാടത്തു നിന്നോ കുളത്തിൽ നിന്നോ ശേഖരിച്ച വെള്ളം, സ്പൂണ് തുടങ്ങിയവയാണ്. വൈക്കോലിട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്ക് പാടത്തു നിന്നോ കുളത്തിൽ നിന്നോ ശേഖരിച്ച കുറച്ച് വെള്ളം ഒഴിക്കുക. 4-5 ദിവസങ്ങൾക്ക് ശേഷം ഇതിൽ നിന്നും ഒരു തുള്ളി ജലം സ്ലൈഡിലെടുക്കുക. കവർ ഗ്ലാസ് വെച്ച് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കൂ. ചിത്രത്തിൽ കാണുന്നത് പോലുള്ള ഏതെങ്കിലും സൂക്ഷ്മജീവികളെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ? സൂക്ഷ്മജീവികളാണെങ്കിലും ഇവയുടെ ശരീരവും നിർമ്മിച്ചിരിക്കുന്നത് കോശം കൊണ്ടാണ്. ഇവയിൽ എത്ര കോശങ്ങൾ കാണും? നോക്കൂ, പാരാമീസിയം, അമീബ, യുഗ്ലിന എന്നീ 3 സൂക്ഷ്മജീവികളുടെ ചിത്രങ്ങൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഇവയെല്ലാം ഒരു കോശം മാത്രമുള്ള ഏകകോശ ജീവികളാണ്. ഏകകോശ ജീവികൾ. ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ. കോശങ്ങളുടെ എണ്ണം കുറവായതുകൊണ്ടാണ് നമുക്കവയെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്. നിങ്ങൾ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ച ജീവികൾ ഏകകോശ ജീവികളാണ്. അവയുടെ പേരുകൾ ചിത്രം നിരീക്ഷിച്ചെഴുതൂ. അമീബ, യുഗ്ലിന, പാരമീസിയം. ഇനി എന്താണ് ബഹുകോശ ജീവികൾ? അതിൽ തന്നെ ഉണ്ട് ഏകകോശം എന്ന് വെച്ചാൽ ഒരു കോശം, ബഹുകോശം എന്ന് വെച്ചാൽ ഒരുപാട് കോശങ്ങൾ. താഴെ കാണുന്ന ജീവികളുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. നാടകുര, കുളയട്ട, പാറ്റ, നക്ഷത്ര മത്സ്യം, തവള, പരുന്ത്, ഓന്ത്, ആന. വ്യത്യസ്ത തരത്തിലുള്ള ജീവികളുടെ ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്. ഇവയെ കാണാൻ മൈക്രോസ്കോപ്പ് ആവശ്യമില്ലല്ലോ. കാരണം എന്തായിരിക്കും? കാരണം ഇവയെ ഒന്നിലധികം കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് വലുപ്പമുണ്ട്. നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാം. മനുഷ്യ ശരീരത്തിൽ കോടിക്കണക്കിന് കോശങ്ങളുണ്ട്. ചിത്രത്തിൽ കാണുന്ന ജീവികളുടെ ശരീരത്തിലും അനേകം കോശങ്ങളുണ്ട്. ബഹുകോശ ജീവികൾ. ഒന്നിലധികം കോശങ്ങൾ കൊണ്ട് ശരീരം നിർമ്മിക്കപ്പെട്ട ജീവികളാണ് ബഹുകോശ ജീവികൾ. ധാരാളം കോശങ്ങളുള്ള ബഹുകോശ ജീവികളെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയും. ഏകകോശ ജീവികളും ബഹുകോശ ജീവികളും തമ്മിൽ സാമ്യങ്ങളുണ്ടോ നമുക്ക് പരിശോധിക്കാം. ബഹുകോശ ജീവികളിൽ നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്യൂ. ചലനം, പോഷണം, ശ്വസനം, ദഹനം, വിസർജനം, പുനരുൽപാദനം തുടങ്ങിയവയെല്ലാം നടക്കുന്നുണ്ട്. ഏകകോശ ജീവികളിലും ബഹുകോശ ജീവികളുടേതുപോലെ എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടോ? ചർച്ച ചെയ്യൂ. ബഹുകോശ ജീവികളിൽ നടക്കുന്ന എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും ഏകകോശ ജീവികളിലും നടക്കുന്നുണ്ട്. ഏകകോശ ജീവികളിൽ എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും നിർവഹിക്കുന്നത് ഒരു കോശമാണ്. ഒരു കോശം ഏറെ വിശേഷം. ബഹുകോശ ജീവികളിൽ നടക്കുന്ന എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും ഏകകോശ ജീവികളിലും നടക്കുന്നുണ്ട്. ഏകകോശ ജീവികളിൽ എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും നിർവഹിക്കുന്നത് ഒരു കോശമാണ്. ഏകകോശ ജീവികളുടെയും ബഹുകോശ ജീവികളുടെയും പ്രത്യേകതകൾ മനസ്സിലാക്കിയല്ലോ. താഴെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കും. നമുക്കിവിടെ ഏകകോശ ജീവികൾ, ബഹുകോശ ജീവികൾ എന്നതിന്റെ പട്ടിക തന്നിട്ടുണ്ട്. അതിലെ അവയുടെ ഓരോന്നിന്റെയും വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏകകോശ ജീവികളിൽ ഒരു കോശം മാത്രമാണുള്ളത്. ബഹുകോശ ജീവികളിൽ ശരീരം ഒന്നിലധികം കോശങ്ങളാൽ നിർമ്മിതമാണ്. ഏകകോശ ജീവികളിൽ എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും നിർവഹിക്കുന്നത് ഒരു കോശമാണ്. ബഹുകോശ ജീവികളിൽ എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും നിർവഹിക്കുന്നത് പ്രത്യേക കോശങ്ങളും അവയവങ്ങളുമാണ്. ഏകകോശ ജീവികൾ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. ബഹുകോശ ജീവികൾ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാം. ഏകകോശ ജീവികൾക്ക് ലളിതമായ ശരീരഘടനയാണുള്ളത്. ബഹുകോശ ജീവികൾക്ക് സങ്കീർണമായ ശരീരഘടനയുണ്ട്.
ഏകകോശ ജീവികൾക്ക് ഉദാഹരണങ്ങളാണ് പാരമീസിയം, അമീബ, യൂഗ്ലിന തുടങ്ങിയവ. ബഹുകോശ ജീവികൾക്ക് ഉദാഹരണങ്ങളാണ് മനുഷ്യൻ, ജന്തുജാലങ്ങൾ, സസ്യജാലങ്ങൾ തുടങ്ങിയവ. കോശത്തിനുള്ളിലേക്ക്. ഏകകോശ ജീവികളിലെയും ബഹുകോശ ജീവികളിലെയും കോശങ്ങൾ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ച് തിരിച്ചറിഞ്ഞല്ലോ. കോശങ്ങളുടെ ഉൾഭാഗം എങ്ങനെയായിരിക്കും? രണ്ടും ഒരുപോലെയായിരിക്കുമോ? കോശങ്ങൾക്കുള്ളിൽ ഓരോ ധർമ്മം നിർവഹിക്കാനും പ്രത്യേക അംഗങ്ങളുണ്ട്. ഇവയെ കോശാംഗങ്ങൾ എന്ന് പറയുന്നു. ഒരു കോശം ഒരു ക്ലാസ് മുറി പോലെയാണ്. ഒരു ക്ലാസ് മുറിക്കുള്ളിൽ എന്തൊക്കെയുണ്ട്? അതിരുകളായി ഭിത്തികളില്ലേ? മറ്റെന്തെല്ലാം ഉണ്ട്? ബോർഡ്, ബെഞ്ച്, ഡെസ്ക്, ഫാൻ എന്നിവയൊക്കെ ഉണ്ടല്ലോ. ഇവയുടെ എല്ലാം ഉപയോഗങ്ങൾ ഒന്നാണോ? അല്ല, ഓരോന്നിനും വ്യത്യസ്തമായ ഉപയോഗങ്ങളല്ലേ ഉള്ളത്. കോശങ്ങൾക്കുള്ളിൽ കാണപ്പെടുന്ന കോശാംഗങ്ങളും വ്യത്യസ്തമാണ്. ഇവയുടെ ധർമ്മവും വ്യത്യസ്തമാണ്. കോശാംഗങ്ങളെ പറ്റി കൂടുതൽ നമുക്ക് മനസ്സിലാക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. ചിത്രത്തിൽ കാണുന്നവ ഏതൊക്കെയാണ്? ഇവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ശാസ്ത്രപുസ്തകത്തിൽ കുറിക്കും. ആദ്യത്തേത് ഒരു ഏകകോശ ജീവിയുടെ കോശമാണ്, അതായത് പാരമീസിയത്തിന്റെ ആണ്. പിന്നെ ബഹുകോശ ജീവികളിലെ കോശങ്ങൾ, ആദ്യത്തേത് നമ്മുടെ കവിളിലെ കോശങ്ങളാണ്. രണ്ടാമത്തേത് ഉള്ളിയുടെ, സസ്യത്തിന്റെ കോശമാണ്. ഉള്ളിയുടെ തൊലിയുടെ കോശമാണ്. നമ്മളത് രണ്ടും മൈക്രോസ്കോപ്പിക് വ്യൂ കണ്ടതാണ് അല്ലേ. നിങ്ങളുടെ സ്കൂൾ ലാബിൽ വിവിധ തരം കോശങ്ങളുടെ പെർമനന്റ് സ്ലൈഡ് ഉണ്ടല്ലോ. ടീച്ചറുടെ സഹായത്തോടെ മൈക്രോസ്കോപ്പിലൂടെ ഒരു ജന്തുകോശത്തിന്റെ സ്ലൈഡ് നിരീക്ഷിക്കൂ. എന്താണ് കാണുന്നത്? കോശത്തിന്റെ അതിര് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് കോശസ്തരം. ചിത്രത്തിന്റെ സഹായത്തോടെ കോശത്തിന്റെ വിവിധ ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് ലിസ്റ്റ് ചെയ്യൂ. നോക്കൂ, ന്യൂക്ലിയസ് ഉണ്ട്. കോശത്തിന്റെ മർമ്മമാണ് ന്യൂക്ലിയസ്. അതുപോലെ കോശദ്രവ്യം, കോശസ്തരം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയൻ, റൈബോസം, ഫേനം തുടങ്ങിയവയുണ്ട്. കോശത്തിന്റെ ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും. കോശത്തിന്റെ ഭാഗങ്ങളെ പരിചയപ്പെട്ടാലോ? ജന്തുകോശത്തിന്റെ വിവിധ ഭാഗങ്ങളും അവ നിർവഹിക്കുന്ന ധർമ്മവും പട്ടികയിൽ നൽകിയിരിക്കുന്നത് പരിശോധിക്കൂ. കോശത്തിന്റെ ആദ്യത്തെ ഭാഗമാണ് കോശസ്തരം. അതിന്റെ ധർമ്മം എന്ന് പറയുന്നത് കോശത്തിനെ ആവരണം ചെയ്യുന്നു. പിന്നെ കോശദ്രവ്യം, ന്യൂക്ലിയസ് ഒഴികെയുള്ള കോശഭാഗങ്ങളെ കോശത്തിനകത്ത് നിലനിർത്തുന്നു. എന്താണ് കോശദ്രവ്യത്തിന്റെ ധർമ്മം? ന്യൂക്ലിയസിന്റെ ധർമ്മം കോശത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു എന്നതാണ്. ഫേനത്തിന്റെ ധർമ്മം ജലം, ലവണം, വിസർജ്യ വസ്തുക്കൾ എന്നിവയെ സംഭരിക്കുന്നു. റൈബോസോമിന്റെ ധർമ്മം പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നു. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ധർമ്മം കോശത്തിനുള്ളിലെ സഞ്ചാരപാതയായി വർത്തിക്കുന്നു. മൈറ്റോകോൺട്രിയൻ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു. പട്ടിക വിശകലനം ചെയ്ത് നൽകിയിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ കോശഭാഗങ്ങളുടെയും ധർമ്മം ചർച്ച ചെയ്ത് ശാസ്ത്രപുസ്തകത്തിൽ രേഖപ്പെടുത്തൂ. കോശസ്തരത്തിന്റെ ധർമ്മം എന്താണ്? കോശത്തിനെ ആവരണം ചെയ്യുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. കോശത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഭാഗം ഏത്? ന്യൂക്ലിയസ് ആണ്. കോശത്തിലെ ഊർജ്ജനിലമായി പ്രവർത്തിക്കുന്ന കോശാംഗം ഏതാണ്? മൈറ്റോകോൺട്രിയൻ ആണ്. കോശത്തിനുള്ളിലെ സഞ്ചാരപാതയായി പ്രവർത്തിക്കുന്ന കോശാംഗം ഏത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. ഫേനത്തിന്റെയും റൈബോസോമിന്റെയും ധർമ്മത്തിലുള്ള വ്യത്യാസം എന്ത്? ഫേനത്തിന്റെ ധർമ്മം ജലം, ലവണം, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുക എന്നതാണ്. പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് റൈബോസോമിന്റെ ധർമ്മം. ജന്തുകോശത്തിലെ വിവിധ ഭാഗങ്ങൾ നമ്മൾ പരിചയപ്പെട്ടല്ലോ. സസ്യകോശത്തിലും ഇതുപോലെയാണോ? നമുക്ക് പരിശോധിക്കാം. സസ്യകോശം. ജന്തുകോശത്തിൽ നിങ്ങൾ കണ്ടെത്തിയ എല്ലാ ഭാഗങ്ങളും സസ്യകോശത്തിൽ കാണുന്നുണ്ടോ? സസ്യകോശത്തിന്റെ ഭാഗങ്ങൾ ചിത്രം നിരീക്ഷിച്ച് മനസ്സിലാക്കൂ. കോശഭിത്തി, കോശസ്തരം, ന്യൂക്ലിയസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, കോശദ്രവ്യം, മൈറ്റോകോൺട്രിയൻ, റൈബോസോം, ഫേനം, ക്ലോറോപ്ലാസ്റ്റ്. സസ്യകോശം ജന്തുകോശത്തിൽ നിന്ന് എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ജന്തുകോശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഏതെങ്കിലും ഭാഗങ്ങൾ സസ്യകോശങ്ങളിൽ കാണുന്നുണ്ടോ? ചിത്രം വിശകലനം ചെയ്യൂ. ക്ലോറോപ്ലാസ്റ്റ്, കോശഭിത്തി എന്നീ രണ്ട് ഭാഗങ്ങൾ സസ്യകോശങ്ങളിൽ നമുക്ക് അധികമായി കാണാം. മറ്റെല്ലാ ഭാഗങ്ങളും ജന്തുകോശങ്ങളിൽ ഉള്ളതുപോലെ തന്നെയാണ്. ജന്തുകോശത്തിൽ നിന്ന് വ്യത്യസ്തമായി സസ്യകോശത്തിൽ കാണുന്ന ഭാഗങ്ങളും അവയുടെ ധർമ്മവും പട്ടികപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. കോശഭിത്തിയുടെ ധർമ്മം കോശത്തെ സംരക്ഷിക്കുന്നു എന്നതാണ്. ക്ലോറോപ്ലാസ്റ്റിന്റെ ധർമ്മം പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു എന്നതാണ്. ജന്തുകോശം, സസ്യകോശം എന്നിവയുടെ ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ. കോശത്തിനുള്ളിലെ പ്രധാനപ്പെട്ട കോശാംഗമാണ് ന്യൂക്ലിയസ്. കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന ഫേനം, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയൻ, ക്ലോറോപ്ലാസ്റ്റ് തുടങ്ങിയവ മറ്റ് കോശാംഗങ്ങളാണ്. ചാർട്ടിൽ സസ്യകോശത്തിന്റെയും ജന്തുകോശത്തിന്റെയും ചിത്രങ്ങൾ വരച്ച് അടയാളപ്പെടുത്തൂ. നിങ്ങൾ ചിത്രീകരിച്ച ജന്തുകോശത്തിന്റെയും സസ്യകോശത്തിന്റെയും സാമ്യ വ്യത്യാസങ്ങൾ ചുവടെ നൽകിയിരിക്കുന്ന പട്ടികയിൽ എഴുതൂ. ആദ്യം നമുക്ക് സസ്യകോശവും ജന്തുകോശവും തമ്മിലുള്ള സാമ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കോശത്തിനുള്ളിൽ പ്രധാന കോശാംഗമായ ന്യൂക്ലിയസ് രണ്ടിലുമുണ്ട്. ഇത് കോശ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. രണ്ടിലും കോശസ്തരം, കോശദ്രവ്യം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയൻ, റൈബോസോം, ഫേനം എന്നിവയുണ്ട്.
ഇനി സസ്യകോശവും ജന്തുകോശവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കാം. ജന്തുകോശങ്ങളിൽ കാണപ്പെടുന്ന കോശസ്തരത്തിന് പുറമെ സസ്യകോശങ്ങൾക്കൊരു കോശഭിത്തിയുമുണ്ട്. സസ്യകോശങ്ങളിൽ ക്ലോറോപ്ലാസ്റ്റുകളുണ്ട്, പക്ഷെ ജന്തുകോശങ്ങളിൽ ഇല്ല. സസ്യകോശത്തിലെ ഫേനം വലുതാണ്, ജന്തുകോശത്തിലുള്ളത് ചെറുതാണ്. കോശമാതൃക നിർമ്മിക്കാം. കാർഡ്ബോർഡ്, വെള്ള ചാർട്ട് പേപ്പർ, മുത്തുകൾ, നിറമുള്ള നൂലുകൾ, ഈർക്കിൾ തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ച് സസ്യകോശത്തിന്റെയും ജന്തുകോശത്തിന്റെയും മാതൃക നിർമ്മിച്ച് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ. ചെറുതും വലുതും. നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോഴുള്ള ശരീര വലുപ്പമാണോ ഇപ്പോൾ നിങ്ങൾക്കുള്ളത്? അല്ല അല്ലേ? നിങ്ങൾ വളർന്നപ്പോൾ നിങ്ങളുടെ കോശങ്ങളും വളർന്നു വലുതായോ? അതുകൊണ്ടാണോ നിങ്ങൾ വളർന്നത്? അല്ല. നോക്കൂ മക്കളെ, എന്റെ വിശദീകരണം തന്നിട്ടുണ്ട്. ചെറിയ കെട്ടിടങ്ങൾക്ക് ചെറിയ കട്ടയും വലിയ കെട്ടിടങ്ങൾക്ക് വലിയ കട്ടയുമാണ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്? അല്ല, ഒരേ വലുപ്പമുള്ള കട്ടകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ചെറിയ വീടുണ്ടാക്കാൻ കട്ടകളുടെ എണ്ണത്തിലാണ് കുറവ് വരുന്നത്. വലിയ വീടുണ്ടാക്കാൻ കൂടുതൽ കട്ടകൾ ആവശ്യമുണ്ടല്ലേ? അതുപോലെ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ വലുപ്പം കൂടുന്നത് കൊണ്ടല്ല, മറിച്ച് അവയുടെ എണ്ണം കൂടുന്നത് കൊണ്ടാണ് നമ്മൾ വളരുന്നത്. ജീവികൾ തമ്മിലുള്ള വലുപ്പ വ്യത്യാസത്തിന് കാരണവും കോശങ്ങളുടെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ്. ഇനി ഇവിടെ ഒരു കുട്ടിക്കൊരു സംശയമുണ്ട്. എന്താണ്? കോശങ്ങൾ പലതരം. ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണല്ലോ. അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ തരം കോശമായിരിക്കുമോ കാണുന്നത്? കുട്ടിയുടെ സംശയം ന്യായമല്ലേ? കണ്ണും കാലും കൈയും എല്ലാം ശരീരഭാഗങ്ങളാണല്ലോ. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ ഇനം കോശങ്ങളാണോ കാണപ്പെടുന്നത്? നമുക്ക് പരിശോധിക്കാം. നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് വിവിധ തരം കോശങ്ങളുടെ ആകൃതി മനസ്സിലാക്കൂ. നമുക്കിവിടെ രക്തകോശങ്ങളുടെയും നാഡീകോശങ്ങളുടെയും പേശികോശങ്ങളുടെയും ചിത്രം തന്നിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാ കോശങ്ങളുടെയും ആകൃതി, നിറം ഒന്നും ഒരുപോലെ അല്ല എന്നല്ലേ? കോശങ്ങളിലെ വൈവിധ്യം. മനുഷ്യ ശരീരം വ്യത്യസ്ത തരത്തിലുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ്. നാഡീകോശങ്ങൾ, രക്തകോശങ്ങൾ, പേശികോശങ്ങൾ എന്നിങ്ങനെ 200ഓളം വ്യത്യസ്ത ഇനം കോശങ്ങളുണ്ട്. ഇവയുടെ എല്ലാം ധർമ്മങ്ങൾ ഒരുപോലെയല്ല, ആകൃതിയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. കോശങ്ങളുടെ കൂട്ടായ്മ. സമാനമായ ആകൃതിയുള്ളവയും ഒരേ ധർമ്മം നിർവഹിക്കുന്നവയുമായ കോശങ്ങളുടെ കൂട്ടത്തെ കലകൾ എന്ന് വിളിക്കുന്നു. കലകൾ പലതരം. ജന്തുക്കളിൽ ശരീരം പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഭാഗമാണല്ലോ ത്വക്ക്. ഇത് കോശങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ഇവയാണ് ആവരണ കലകൾ. ആവരണം ചെയ്യുന്ന കോശങ്ങളുടെ കൂട്ടമാണെന്ത്? ആവരണ കലകൾ. നാഡീകോശങ്ങൾ കൂടി ചേർന്ന് നാഡീകലകൾ, പേശീകോശങ്ങൾ കൂടി ചേർന്ന് പേശീകലകൾ എന്നിങ്ങനെ പലതരം കലകൾ ശരീരത്തിലുണ്ട്. നമുക്കവിടെ ആവരണ കലകളുടെയും നാഡീകലകളുടെയും പേശീകലകളുടെയും ചിത്രം കൂടെ തന്നിട്ടുണ്ട്. സസ്യങ്ങളിലും ഇത്തരത്തിൽ വിവിധ കലകൾ കാണപ്പെടുന്നു. കോശങ്ങൾ ചേർന്ന് കലകൾ ഉണ്ടാകുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ. അനേകം കലകൾ ഒന്നു ചേർന്നാലോ? കലകൾ ചേർന്ന് വിവിധ അവയവങ്ങൾ ഉണ്ടാകുന്നു. ഉദാഹരണം കരൾ, ഹൃദയം തുടങ്ങിയവയൊക്കെ. അവയവ വ്യവസ്ഥ. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കൂ. എന്തൊക്കെയാണ് കാണുന്നത്? ശ്വാസകോശം, നാസാരന്ധ്രം, ശ്വാസനാളം. ശ്വസന വ്യവസ്ഥയുടെ ചിത്രമാണ് കേട്ടോ തന്നിട്ടുള്ളത്. ഇവയൊക്കെ അവയവങ്ങളാണോ? ചർച്ച ചെയ്യൂ. വ്യത്യസ്ത അവയവങ്ങൾ ഏകോപനത്തോടെ പ്രവർത്തിച്ച് അവയവ വ്യവസ്ഥയായി മാറുന്നു. ശ്വാസകോശം ഒരു അവയവമാണ്. അതുപോലെ നാസാരന്ധ്രങ്ങളും ശ്വാസനാളവും അവയവങ്ങളാണ്. ഇവ ചേർന്ന് ശ്വസന വ്യവസ്ഥയാകുന്നു. രക്തപര്യന വ്യവസ്ഥയും മറ്റൊരു അവയവ വ്യവസ്ഥയാണ്. ഇതുപോലുള്ള വ്യത്യസ്ത അവയവ വ്യവസ്ഥകൾ ചേർന്നാണ് ഒരു ജീവി ഉണ്ടാകുന്നത്. കോശങ്ങളിൽ നിന്ന് ജീവിയിലേക്കുള്ള പ്രയാണം ചിത്രീകരിച്ചിരിക്കുന്നത് നിരീക്ഷിക്കൂ. ആദ്യം കോശങ്ങളുടെ ഒരു കൂട്ടത്തെ കലകളാവുന്നു. കലകൾ, വ്യത്യസ്ത കലകൾ കൂടിച്ചേർന്ന് ഒരേ ധർമ്മം നിർവഹിക്കുന്ന കലകൾ കൂടിച്ചേരുമ്പോൾ അവ അവയവങ്ങളാവുന്നു. വ്യത്യസ്ത അവയവങ്ങൾ കൂടിച്ചേർന്ന് അതൊരു അവയവ വ്യവസ്ഥയാവുന്നു. വിവിധ തരത്തിലുള്ള അവയവ വ്യവസ്ഥകൾ ചേർന്ന് ജീവിയാകുന്നു. നൽകിയിരിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തീകരിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തൂ. ആദ്യത്തെ ജീവന്റെ ഘടകം എന്ന് പറയുന്നത് കോശങ്ങളാണ്. വിവിധ കോശങ്ങൾ ചേർന്ന് കലകളാകുന്നു. കലകൾ കൂടി ചേർന്ന് അവയവങ്ങളാകുന്നു. അവയവങ്ങൾ ചേർന്ന് അവയവ വ്യവസ്ഥകളാകുന്നു. അവയവ വ്യവസ്ഥകൾ ചേർന്നാൽ ഒരു ജീവിയാകുന്നു. ഇനി ഒരു കുട്ടിക്കൊരു സംശയം ഉണ്ട്, നോക്കൂ. അപ്പോൾ ചെറിയ കോശങ്ങളിൽ നിന്ന് ജീവിതയാത്ര തുടങ്ങിയ ഞാനാണല്ലേ ഇത്രയും വലുതായിരിക്കുന്നത്? സത്യമാണ് അല്ലേ? ജീവലോകം വളരെയധികം വൈവിധ്യം നിറഞ്ഞതാണല്ലോ. ഈ വൈവിധ്യം ഏറ്റവും സൂക്ഷ്മമായ തലത്തിൽ തന്നെ ആരംഭിക്കുന്നു. ഏകകോശ ജീവി മുതൽ ബഹുകോശ ജീവി വരെ എത്ര തരം ജീവികളാണുള്ളത്. ഇവയെല്ലാം തമ്മിൽ സാദൃശ്യവും വ്യത്യാസവും നമുക്ക് കാണാൻ കഴിയും. ഇതാണ് പ്രകൃതിയുടെ സൗന്ദര്യവും. പ്രകൃതിയെ അറിഞ്ഞും ആസ്വദിച്ചും നോവിക്കാതെയും മുന്നേറാൻ കൂട്ടുകാർ ശ്രദ്ധിക്കുമല്ലോ.
ഇനി നമുക്ക് ഈ പാഠത്തിലെ വിലയിരുത്താം ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം 1, കോശങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ശരിയല്ലാത്തത് ഏതെല്ലാം? എ, എല്ലാ കോശങ്ങളിലും കോശഭിത്തിയുണ്ട്. തെറ്റാണ്. സസ്യകോശങ്ങളിൽ മാത്രമേ കോശഭിത്തിയുള്ളൂ. ബി, എല്ലാ കോശങ്ങളിലും കോശസ്തരമുണ്ട്. ശരിയാണ്. സി, എല്ലാ കോശങ്ങളിലും ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. അതും തെറ്റാണ്. സസ്യകോശങ്ങളിൽ മാത്രമേ ക്ലോറോപ്ലാസ്റ്റ് ഉള്ളൂ. ഡി, എല്ലാ കോശങ്ങളിലും കോശദ്രവ്യമുണ്ട്. അത് ശരിയാണ്. ചോദ്യം 2, തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിക്കൂ. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഈ പ്രസ്താവനകളിൽ നിന്ന് എത്തിച്ചേരാവുന്ന നിഗമനം എന്ത്? ജീവജാലങ്ങളുടെ കോശങ്ങളിൽ വൈവിധ്യമില്ല. എല്ലാ വസ്തുക്കളുടെയും നിർമ്മാണ ഘടകം കോശമാണ്. എല്ലാ ജീവജാലങ്ങളുടെയും നിർമ്മാണ ഘടകം കോശമാണ്. എന്താ മക്കളെ? എല്ലാ ജീവജാലങ്ങളുടെയും നിർമ്മാണ ഘടകം കോശമാണ് എന്നതാണ് ശരിയായ ഉത്തരം. കാരണം നോക്കൂ, ആദ്യത്തെ പ്രസ്താവന ജീവജാലങ്ങളുടെ കോശങ്ങളിൽ വൈവിധ്യമില്ല. തെറ്റാണ്. വൈവിധ്യമുണ്ട്. പിന്നെ എല്ലാ വസ്തുക്കളുടെയും നിർമ്മാണ ഘടകം കോശമാണ്. അത് തെറ്റാണ്. ജീവനില്ലാത്ത വസ്തുക്കളുടെ നിർമ്മാണ ഘടകം കോശമല്ല, ആറ്റമാണ് അല്ലെങ്കിൽ തന്മാത്രയാണ്. എല്ലാ ജീവജാലങ്ങളുടെയും നിർമ്മാണ ഘടകം കോശമാണ്. അത് ശരിയാണല്ലേ? ജീവനുള്ള ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും നിർമ്മാണ ഘടകം കോശമാണ്. ചോദ്യം 3, തന്നിരിക്കുന്നവയെ ക്രമമായി എഴുതൂ. കോശങ്ങൾ, ജീവി, കലകൾ, ആവാസ വ്യവസ്ഥ, അവയവം. എങ്ങനെയാ വരുന്ന മക്കളെ? കോശങ്ങൾ, കലകൾ, അവയവം, അവയവ വ്യവസ്ഥ, ജീവി. ചോദ്യം 4, ഏകകോശ ജീവികളുടെ കോശം ചെറുതും ബഹുകോശ ജീവികളുടെ കോശം വലുതുമാണ്. ഈ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്ത്? ഈ പ്രസ്താവന ശരിയല്ല. ജീവികൾ തമ്മിലുള്ള വലിപ്പ വ്യത്യാസത്തിന് കാരണം കോശങ്ങളുടെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ്. ഏകകോശ ജീവികളിൽ ആകെ ഒരു കോശമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവയെ നമുക്ക് കാണാൻ സാധിക്കാത്തത്. എന്നാൽ ബഹുകോശ ജീവികളിൽ കോശങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. കോശങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ജീവിയുടെ വലുപ്പവും കൂടുന്നു. ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ ഈ പാഠഭാഗത്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും മറക്കരുത് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്